ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇറച്ചിക്കറിയുടെ രുചിയിലുള്ള അടിപൊളി ഉരുളക്കിഴങ്ങ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു മസാലയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ മല്ലിയും മുളകൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുന്നേ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഈ ചീനച്ചട്ടിയിൽ വെള്ളമൊന്നും പാടില്ല, അതുപോലെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കുക. അപ്പോൾ ഫ്ലെയിം ഓണാക്കിയിട്ട് മുളക് മല്ലിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെ മല്ലിയും മുളകും ചൂടാക്കിയിട്ട് കറി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മണവും നല്ലൊരു രുചിയായിരിക്കും ഈ കറിക്ക് ഉണ്ടാവുക. അപ്പോൾ മുളകും മല്ലിയും നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ചീനച്ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതേപോലെ വലിയ പീസാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഒരുപാട് ചേർക്കരുത്, ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഈ കറിക്ക് ചെറിയൊരു മധുരം വരും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 3-4 പച്ചമുളക് നീളനെ അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇത് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വെന്ത് വരുമ്പോഴേക്കും വെള്ളമെല്ലാം തന്നെ കറക്റ്റ് പാകമായിട്ടുണ്ടാവും. അപ്പോൾ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും. ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് നാളികേരം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് നാളികേരം ചിരകിയതും ഒരു 8-10 അല്ലി ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്ത് തന്നെ നാളികേരം വറുത്തെടുക്കുക. അപ്പോഴാണ് നാളികേരം എല്ലാം ഒരേ കളറിൽ വറുത്ത് വരുള്ളൂ. ഇപ്പോൾ നാളികേരം എല്ലാം നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വറുക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ സമയത്ത് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളിത് വറുത്ത് വരുമ്പോൾ ഓയിലൊക്കെ ഇതുപോലെ ബാക്കി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നാളികേരം നന്നായി വറുത്തെടുക്കുക. പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേവായിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം കറക്റ്റ് പാകമായിട്ടാണ് കിട്ടിയേക്കുന്നത്. ചില ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. നന്നായി ഉടച്ചു കൊടുക്കരുത്, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ്, നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ മിക്സഡ് ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടിയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായി ഒന്ന് തിളപ്പിക്കുക. നന്നായി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കറിക്ക് ഒന്നും കൂടി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി ഒന്ന് മൂപ്പിച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് 3-4 ചുവന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2-3 വറ്റൽമുളക് നടുവേ പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചുവന്നുള്ളി മുളകെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് നേരെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കറിവേപ്പില ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് ആ കറിവേപ്പിലയുടെ നല്ലൊരു പച്ച കളർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാലക്കറി റെഡിയായി. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.